ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ചട്ടിച്ചോറാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്ക് നല്ല ടേസ്റ്റുള്ള ചട്ടിച്ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഞണ്ട് കറിയും ചെമ്മീൻ പൊടിയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചട്ടിച്ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് വേണ്ടി നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് മുഴുവനും കണ്ടു നോക്കേണ്ടിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടും. ആദ്യം തന്നെ ഞാനിപ്പം ചോറിനുള്ള അരി ഇടാണ്. കുക്കറിലാണ് കേട്ടോ ഞാൻ പൊതുവേ ചോറ് വെക്കാറ്. ഇവിടുന്ന് ഞാൻ വാങ്ങൽ മറ്റേ കുറുവ അരിയാണ് കേട്ടോ. അപ്പം അത് ചോറിനുള്ള അരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്മീൻ പൊടിക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് കേട്ടോ ഉണക്ക ചെമ്മീൻ എന്ന് പറയാം. നമുക്കെപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 8-9 ചെറിയുള്ളിയും 2 ടീസ്പൂണ് മുളക് പൊടിയും 2 കൈപ്പിടി തേങ്ങയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ പൊടി ഒന്ന് ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ആദ്യം നമുക്കൊന്ന് കഴുകണം കേട്ടോ. ഒരു 2-3 തവണ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഞാനൊന്ന് വാഷ് ചെയ്ത് വരാം. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവല്. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു പോട്ടിലേക്ക് ഒരു 3 കൈപ്പിടി തേങ്ങയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 8-9 ചെറിയുള്ളി നിന്നോട്ടെ കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടില്ലായിരുന്നു ഉണക്ക ചെമ്മീൻ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമ്മൾ തേങ്ങ വറുത്ത് കിട്ടുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൊത്തത്തിലൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരുവിധം കുറ്റിച്ചെറുതൊക്കെയപ്പോൾ തേയിലയിലൊക്കെ അധികം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്തായാലും ഈ ഒരു ചെമ്മീൻ പൊടി എന്തായാലും ഒരുവിധം എല്ലാവരും തയ്യാറാക്കലുണ്ട്. ചെമ്മീൻ പൊടി ഒന്നെങ്കിലാക്കും അല്ലെങ്കിൽ മാസ് പൊടിച്ചത് നോക്കും. ഇതിന് മുന്നത്തെ വ്ളോഗിൽ ഞാൻ മാസ് പൊടിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂണ് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതിലേക്ക് വെള്ളമോ കാര്യമോ വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഈ ഒരു തേങ്ങൻ്റെ ഇതോട് വേണ്ടി തന്നെ നമുക്ക് നല്ലൊരു ചമ്മന്തിൻ്റെ രീതിയിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതുപോലെ ആരും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ ഈ രീതിയിലൊന്ന്. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടുമോ നോക്കാം. അപ്പോൾ ഞണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് തൊട്ട് താഴെ തന്നെ, ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെ ചിക്കൻ ആയാലും ബീഫായാലും അതുപോലെ തന്നെ മട്ടൻ, ഫിഷ് ഒക്കെ നല്ല ഫ്രഷ് തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടൊന്നും വാങ്ങി വെക്കാറില്ല. അപ്പോൾ ആവശ്യമുള്ള ഒന്നെങ്കിൽ തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലെ തന്നെ പോയിട്ട് ഫ്രഷ് വാങ്ങലാണ് കേട്ടോ പതിവ്. ഒരുപാട് വാങ്ങി ഫ്രീസറിൽ കയറ്റാറില്ല കേട്ടോ. ഇങ്ങനെ പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ ഏതായാലും ഇന്നിപ്പോൾ നല്ല പൂളക്കറിയും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചട്ടിച്ചോറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പൂളൊക്കെ പുതിയ വന്ന ബോക്സിൽ നിന്ന് തന്നെ കേട്ടോ അവരെടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെപ്പോഴും ഫ്രഷ് തന്നെ കാണിച്ചിടും. ഇന്ന് ഇതിൽ പോയിട്ട് ഫ്രഷ് എടുത്തോളാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതിപ്പോൾ പുതിയ ബോക്സ് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചിട്ട് അതിന് ഫ്രഷ് ആയിട്ടുള്ള പൂള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രം ഒന്ന് എടുക്കണം, അത്യാവശ്യം വേണ്ടിയത് മാത്രം. ബാക്കിയൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടാവുമല്ലോ നമുക്ക് വീട്ടിൽ. അപ്പം അതേ കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ശർക്കര നോക്കിയിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു മമ്പയറിൻ്റെ ശർക്കര പായസം വെക്കുന്നുണ്ട്. അപ്പം അതും എടുത്തിട്ടുണ്ട്. പിന്നെ മീൻ ഞണ്ട് എനിക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അവരെന്നെ എടുത്ത് ക്ലീൻ ആക്കിയിട്ട് തരും. അപ്പം ഞാൻ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. 1 കിലോ ഞണ്ട് കൂടി വാങ്ങുന്നുണ്ട് ഇവിടുന്ന്.
സാധാരണ നമ്മൾ ചട്ടിച്ചോറ് തയ്യാറാക്കുമ്പോൾ ഓംലേറ്റ്, ചമ്മന്തി, എന്താ പറയുക, മോര് കറി അങ്ങനെയൊക്കെയാണല്ലോ വെക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കരുതി നല്ല വെറൈറ്റി ആയിട്ട് ചെമ്മീൻ പൊടി, ഞണ്ട് കറിയും പൂളിയും ഒക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിൽ, കാണിക്കുന്ന രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഞണ്ട് അവർ ക്ലീൻ ആക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ 1-2 ചില്ലറ സാധനങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. സ്വതവേ ഒരുവിധമൊക്കെ ഭയങ്കര ഷുഗർ കണ്ണായിട്ടുള്ള ജ്യൂസുകളായിരിക്കും, അപ്പോൾ അതൊന്നും അധികം വാങ്ങലില്ല. ഒരു ബട്ടർ മിൽക്ക് ഇതേമാതിരി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് സത്യത്തിൽ നല്ല ടയർഡാവും ഇവിടുത്തെ ചൂടുകൊണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞണ്ടൊന്ന് അവർ ക്ലീൻ ആക്കി തന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഒരു 3-4 ഇവിടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ മൊത്തം അവർ ക്ലീൻ ആക്കി തന്നിട്ടാണ് നമുക്ക് തരുത്ത്. ഇനിയിപ്പോൾ ഞണ്ടിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു സവാളാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയും 4-5 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കറിവേപ്പിലയാണ്. ഇപ്പോൾ ഒന്ന് കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ കുക്കറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഉടനെ തന്നെ ഞാൻ അതിലേക്ക് പച്ചമുളകും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഒന്ന് വേഗം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് ഞണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അതാ നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള 3 തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളിക്കൊന്ന് ഉടഞ്ഞ് കിട്ടുന്നവരെ ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 3 വലിയ ടീസ്പൂൺ നിറയെ കൂട്ടുമസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിലുണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഉണ്ടാക്കുന്നതാണ് കൂട്ടുമസാല പറയുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി നോർമലും കൂടി മിക്സ് ആക്കിയിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൂട്ടുമസാലയിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യവും ഉണ്ടാക്കുന്ന സ്പൈസസ് ഒന്നും വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് കുക്കറിൽ തയ്യാറാക്കുന്ന സമയം നമുക്ക് ഒരു 3 വിസിലൊക്കെ മതിയാവും കേട്ടോ. നേരെ മറിച്ച് നമ്മളൊരു എന്താ പറയുക പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ ഒരു 15 മിനിറ്റ് സിമ്മിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സ്വതവേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറ്. ഇത് മൊത്തത്തിലൊന്ന് മസാലയൊക്കെ ഒന്ന് നമുക്ക് ഇതിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ ആക്കിയതിന് ശേഷം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ന് പറയുന്നത് പച്ചക്കായാണ് കേട്ടോ. ഇതിന് നമ്മളെ ഭാഗത്തൊക്കെ പച്ചക്കായ എന്നാണ് പറയാറ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഉപ്പേരിയും വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബനാന ഫ്രൈക്ക് ഉപയോഗിക്കുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് പൊരിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ. നേരിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടും പൊരിച്ച് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാനെന്ന് പറയുന്നത് ചട്ടിച്ചോറിൻ്റെ കൂടെ പൊരിക്കുന്നില്ല, നേരെ മറിച്ച് ഉപ്പേരിയാണ് കേട്ടോ വെക്കാറത്. അപ്പോൾ ഇതുപോലെ തന്നെ കത്തിയോണ്ട് 4 സൈഡും അങ്ങനെ ഇതുപോലെ കീറി കൊടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്
പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പൊരിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ മക്കൾക്ക് ചോറിൻ്റെ കൂടെ നല്ലോണം ഇഷ്ടപ്പെടും ആ രീതിയിൽ പൊരിച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ കുക്കറിലേക്ക് ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇത് കട്ട് ചെയ്യൽ. കഴുകി അതിലേക്ക് ഇതൊന്ന് മുങ്ങുന്ന ആ ഒരു രീതിയിൽ മാത്രം കുറച്ച് ആ ഒരു പരുവത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു 4-5 വിസിൽ കേട്ടോ. 4-5 വിസിൽ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ പൊടികളൊന്നും ഈ ഉപ്പേരിക്ക് ചേർക്കൂല കേട്ടോ. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമ്മളെ ഞണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം അതിൻ്റെ ആവിയൊക്കെ പോയി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചൊന്ന് വെള്ളമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ചാറെന്നൊക്കെ പറയില്ല, അതൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഞാൻ. അത് നമ്മളെ ഞണ്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും 3 വിസിൽ മാത്രം എടുത്താൽ മതി കേട്ടോ കുക്കറിൽ. അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേസമയം നമ്മളുടെ ഉപ്പേരിക്കുള്ള പച്ചക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിലാണ് കേട്ടോ ഉള്ളത്. അതിലേക്ക് നമുക്ക് തൂമിച്ച് ഒഴിക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അതിന് ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കപ്പമുളകാണ് കേട്ടോ പൊട്ടിച്ചിടാറ്. കറിവേപ്പില വേണമെങ്കിൽ ചെയ്താലും മതി, അതല്ലാന്നുണ്ടെങ്കിൽ കപ്പമുളക് മാത്രം പൊട്ടിച്ചിട്ടാലും മതി കേട്ടോ. കപ്പമുളക് എന്ന് പറയുന്നത് ഇതുപോലെ ചുവന്ന മുളകാണ് കേട്ടോ, പിരിയമുളകല്ല. അതും കൂടി ചേർത്തിട്ട് നമുക്ക് എന്താക്കാം ഈ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മളെ ചെമ്മീൻ പൊടിയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒടിച്ച് കൊടുക്കാം നല്ലോണം. ഇവിടെ എന്ന് പറയുന്നത് നല്ലോണം ഒടിക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഞാൻ ഈ ഒരു രീതിയിൽ നല്ലോണം ഒടിച്ചിട്ട് സ്മാഷ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൂളക്കറി വെക്കാം കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ലോണം പുറമേ നല്ലോണം മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി കഴിഞ്ഞിട്ടാണ് കേട്ടോ, പുറമേ നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ കട്ട് ചെയ്തിട്ട് തൊലികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ നല്ല പൂളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല പൂള തന്നെ കേട്ടോ ഇവിടെയും കിട്ടാറ്. നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ മീൻസ് UAE കിട്ടാറ്. ഇവിടെ ഇപ്പോൾ ഒരുവിധം ഇപ്പോൾ സൗദിയിൽ ഇവിടെ എന്നൊക്കെ പറയുന്നത് കറിവേപ്പില അങ്ങനെ കിട്ടലില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ മാഷാഅല്ലാ ഇവിടെ കറിവേപ്പില ആയാലും തേങ്ങ ആയാലും ഒക്കെ നല്ലത് തന്നെ, നല്ല ഫ്രഷ് തന്നെ നല്ലോണം നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നാരുണ്ടല്ലോ അതും കൂടി ഒന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ വേവിക്കാൻ വേണ്ടി വെക്കില്ല. ഇതിലെപ്പോഴും ഒരു നടുവിലൊരു നാര് മാതിരി ഉണ്ടാവല്ലോ, അപ്പോൾ അതും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ അത് കുറച്ചൊന്ന് മുങ്ങുന്ന പരുവത്തിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് പാകത്തിലുള്ള ഉപ്പിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ഞാൻ 5-6 വിസിലിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, പൂളക്കറി മാതിരി നല്ലോണം കറി പോലെ സ്മാഷ് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് 2 ചെറിയുള്ളിയും 2 കൈപ്പിടി തേങ്ങയും 1 ടീസ്പൂൺ നല്ല ജീരകവും 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ പൂളക്കറി നമ്മൾ കുക്കറിൽ വെച്ച സമയത്ത് അതിനുള്ള അരപ്പും കൂടി തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരപ്പ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പൂള വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 5-6 വിസിലിനായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പം അതിന് ശേഷം നമ്മളുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നത് തിളച്ചോട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മുഴുവൻ ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്നു ചെയ്യേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പൂളായതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ തന്നെ നല്ലോണം ഉറച്ചിട്ട് നല്ലൊരു കുറുകി കിട്ടും. അപ്പോൾ ഇപ്പോൾ ലൂസായത് നോക്കണ്ട. അപ്പോൾ നമ്മുടെ പൂളക്കറി റെഡി ആയിട്ടുണ്ട്. വേറെ അതിലേക്ക് കടുകൊന്നും തൂമിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കുള്ള മമ്പയർ പായസം തയ്യാറാക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ചൊരു മമ്പയർ പായസം കൂടിയും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മമ്പയർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 ഇരട്ടി വെള്ളം എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അടി പിടിച്ചു മമ്പയർ ഇതുപോലെ തന്നെ ഒരു 5-8 വിസിലിന് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതേ സമയം കൊണ്ട് 3 ശർക്കര ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന്
എന്ത് ചെയ്യാണ് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ മമ്പയർ ഒരു 5-6 വിസിലിന് ശേഷം വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു പായസം എന്ന് പറയുന്നത് നമ്മൾ സേമിയ പായസമൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ ഭയങ്കര കുറുങ്ങനെ ഗ്രേവി എല്ലാം ഇട്ടുണ്ടാവുക. ഇത് കുറച്ച് ലൂസായിട്ട് നമുക്കിങ്ങനെ വലിച്ച് കുടിക്കില്ലേ, അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു പായസം തയ്യാറാക്കൽ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഏലക്കായൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് അതിലേക്ക് കട്ടിയുള്ള 1-ാം പാൽ കേട്ടോ, കട്ടിയുള്ള തമ്പാലെന്ന് പറയില്ല, ആ ഒരൊറ്റ പാൽ മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാൽ ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മളുടെ ചോറ്, പൂളക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പൂളക്കറിയും ചെമ്മീൻ പൊടിയും തന്നെ മാത്രം മതിയാവും, അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി കേട്ടോ. അപ്പോൾ ദാ നമ്മളുടെ പച്ചക്കായുടെ ഉപ്പേരി, നമ്മളെ നല്ല ടേസ്റ്റ് മസാലയുള്ള ഞണ്ട് കറി, ചെമ്മീൻ പൊടി, പിന്നെ അച്ചാർ, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ചൊരു ലിവർ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ലിവർ റോസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ പൊരിച്ചതിന് പകരം ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് ചട്ടിച്ചോറല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ അതാ ചട്ടിയിലേക്ക് ഞാനൊന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കുറേശ്ശെ ആയിട്ട് ഒരുപാട് ചോറൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ചോറ് ഒരുപാട് ആവശ്യമില്ല. അതന്നെ കൂട്ടി തന്നെ നമ്മളെ വയറ് ഭയങ്കര ഫില്ല് ചെയ്യും. ഇപ്പോൾ കുറച്ച് പച്ചക്കായൻ്റെ ഉപ്പേരിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് വെക്കുന്നത് നമ്മളെ ചെമ്മീൻ പൊടിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളെ വീട്ടിൽ എന്തായാലും ചെമ്മീൻ്റെ ഇതുപോലെ പാക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. പക്ഷേ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ അത് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് ഇതാക്കേണ്ടത്. ഇനി നമ്മൾ ലിവർ റോസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മുടെ ഞണ്ട് കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ഞണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഫ്രഷ് തന്നെ നമുക്ക് താഴേന്ന് വാങ്ങിയിട്ട് നമ്മൾ അപ്പോൾ അധികം രാവിലെ തന്നെ ഞാൻ പോയി വാങ്ങലാണ്. മക്കളൊന്നെങ്കിൽ സ്കൂളിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഷെയറിക്ക വാങ്ങിക്കൊണ്ടി തരുത്താണ് കേട്ടോ. ഒന്നെങ്കിൽ തലേന്നോ വന്നോ ആയിരിക്കും കേട്ടോ വാങ്ങൽ. ഇപ്പം ഒരുപാടൊന്നും ഇങ്ങനെ ഫ്രീസറിൽ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ഇത് നല്ല പുളിയുള്ള നല്ല നാടൻ തൈരാണ് കേട്ടോ. ഇവിടെ അത് നാട്ടിലത്തെ പോലെ നല്ല പുളിയുള്ള തൈര് കിട്ടും. ബിരിയാണിക്കൊക്കെ ഞാൻ ഈ തൈരാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നല്ല നമ്മളുടെ പുളീൻ്റെയൊക്കെ ഒരു അച്ചാറുണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. കുറ്റിച്ചെറിയിൽ ഫിറോസ് ഖാൻ്റെ ഷോപ്പിലൊക്കെ പോയി കിട്ടും ഈ പുളീൻ്റെ അച്ചാറെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിയും മധുരവും എരിവും കൂടി മിക്സ് ആയിട്ടുള്ള അച്ചാർ. നിങ്ങൾക്ക് ആ അച്ചാറിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ആ അച്ചാർ. ഇതുവരെ അത് ആരെങ്കിലും ഈ പുളീൻ്റെ അച്ചാർ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ടൈം നാട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നമ്മൾ വരുമ്പോൾ ഇതുപോലെ ഒരു 4-5 ഉപ്പി എല്ലാ ടൈപ്പിലുള്ള അച്ചാർ വാങ്ങിയിട്ടാണ് കേട്ടോ വരുത്ത്. അപ്പോൾ എനിക്കത് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാണ്, അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പൂളക്കറിയും ചെമ്മീൻ പൊടിയും ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ട് അത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഇതുപോലെ ഒരു രീതിയിൽ ചട്ടിച്ചോറ് നമ്മൾ പൊതുവേ ഓംലെറ്റും മോരുകറി ഒരു ഉപ്പേരി അങ്ങനെയല്ലേ നമ്മൾ തയ്യാറാക്കൽ. ഇതിപ്പോൾ എന്ന് പറയുന്നത് ഈ എന്താ പറയുക നല്ല ലിവർ റോസ്റ്റും പൂളക്കറിയും ഞണ്ടും ചെമ്മീൻ പൊടിയൊക്കെ കൂട്ടിയിട്ടൊന്നും നല്ല കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ മാഷാല്ലാ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയതൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഒന്ന് ഈ രീതിയിലൊന്ന് ചട്ടിച്ചോറൊന്ന് തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടി എന്നോട് പറയേണ്ടി. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് നിങ്ങൾ അറിയിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പായസത്തിൻ്റെ ഇതിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. എന്താ വെച്ചാൽ എനിക്ക് പായസത്തിൻ്റെ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിപ്പോയി. ഒരുവിധം എല്ലാവർക്കും ഞാൻ സെർവ് ചെയ്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഗ്ലാസ് ആയപ്പോഴാണല്ലോ വീഡിയോൻ്റെ കാര്യം ഞാൻ ഓർമ്മയായത്. അപ്പോൾ ഞാനിത് അത് കൂടി ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അത് സെർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഒന്ന് കുറച്ച് ചെറുകിയ തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, തേങ്ങ ചെറുകിയിട്ട്. അപ്പം അതും കൂടി നല്ല ടേസ്റ്റ്. അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.